അതൊരു വലിയ ഓട്ടത്തിനുള്ളതൊന്നും ഇല്ലടേ. മാറിക്കൊടുക്കത്തില്ല. അംഗീകരിക്കത്തില്ല. ബാക്ക് ടയർ രണ്ടും മോശമാണ്. ഫ്രണ്ട് ടയർ നല്ല ടയറുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. നിസാന്റെ സണ്ണിയാണ്. ഇത് 2012 മോഡലാണ്. 2013 രജിസ്ട്രേഷൻ. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഹുണ്ടായുടെ ഇയോണാണ്. 2014 മോഡല്. 2014 മോഡൽ ഹൈ ക്വാളിറ്റി വണ്ടിയെ 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 18,000 കിലോമീറ്റർ? 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ക്ലൈംബർ 2023 മോഡലാണ്. 2023 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് വണ്ടി. കിലോമീറ്റർ എന്താ ഓടി? കിലോമീറ്റർ 3300 കിലോമീറ്റർ ഓടി. എർട്ടിക വരുമ്പോഴത്തേക്ക് പെട്രോളാണ്. പെട്രോളിൽ ഓട്ടോമാറ്റിക് വരുന്നത്. എർട്ടിക ഓട്ടോമാറ്റിക്? പെട്രോൾ ഓട്ടോമാറ്റിക്. XUV 2012 മോഡലാണ്. 2012 മോഡൽ ഡീസലിൽ W8 എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് വരുന്നത്. 2012 ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറയുന്ന സ്ഥലത്ത് കാർ പോർട്ട് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാസുകളൊക്കെ കിടക്കുന്ന, അത്യാവശ്യം നല്ല വില വരുന്ന എന്ന് പറഞ്ഞാൽ വെറും ലോ ബഡ്ജറ്റ് വണ്ടികൾ നോക്കുന്നവർക്ക് കാണാൻ പറ്റിയ വീഡിയോ അല്ല. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ സ്കിപ്പ് അടിച്ച് പോകത്തില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. ശരിയൊന്ന് ലാഗായിന്ന് വരും, 1 മിനിറ്റ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ പറഞ്ഞ് ഞാൻ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു ഇൻട്രോ ഉണ്ട്. ആ ഇൻട്രോ മാത്രം എന്നെയാണ്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതായത് പല ഷോപ്പുകളിൽ നിന്നും പൈസ മേടിച്ചിട്ട് പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വണ്ടികളും നല്ല വണ്ടികളാണെന്ന് പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. കാണത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് പോകുന്ന ചിലവിനുള്ള ചില്ലറ മാത്രമാണ് പലയിടത്തു നിന്ന് വാങ്ങിച്ചാൽ തന്നെ വാങ്ങിക്കുന്നത്. അല്ലാതെ ഒരാളുടെ നിന്നും ഒരു 5,000 രൂപ, 6,000 രൂപ, 10,000 രൂപ പറഞ്ഞ് വാങ്ങിച്ചിട്ട് കണ്ണും പൂട്ടി വന്ന് എടുത്തോ, ഇവിടുത്തെ വണ്ടികളെല്ലാം കിടിലാണ്, ഗോൾഡൻ ലുക്കാണെന്നൊന്നും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതേപോലെ ഓരോ സാധാരണക്കാർക്കും എന്തൊക്കെ കാര്യങ്ങൾ അറിയണം ആ വണ്ടിയിൽ നിന്ന് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് എൻ്റെ കണ്ണിൽ കാണിച്ചു തരാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്ന് തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോസും എടുക്കുന്നത്. ഇപ്പോൾ പെട്രോൾ അടിക്കാൻ പൈസ തരുന്നു എന്നുള്ളതുകൊണ്ട് ആ കടയിലെ വണ്ടികളെല്ലാം കിടിലുമാണ് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും കാണിച്ചു തരാനുള്ള കാഴ്ചകളും എല്ലാം ഞാൻ അതേപടി എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് തന്നെയാണ് എൻ്റെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വിട്ടുപോയ എവിടെയെങ്കിലും എന്തെങ്കിലും തകരാറുകളുള്ളത്, ഇപ്പം ബോണറ്റ് പൊക്കി എല്ലാ വണ്ടികളിലെയും കാണിച്ചു തരാൻ പറഞ്ഞാൽ അത് നടക്കുന്നൊരു കാര്യമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഇടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ബോണറ്റ് പൊക്കി നോക്കാറുണ്ട്, അത് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാറുണ്ട്. അതിൽ പുട്ടിയിട്ട് വെച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഇങ്ങനെ കുഴിഞ്ഞ് കയറി നിന്ന് എനിക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റത്തില്ലല്ലോ. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് വണ്ടി ചെക്ക് ചെയ്തെടുക്കണമെന്ന് എവിടെ പോയാലും ഞാൻ പറയുന്നത്. അത് കേൾക്കാതെ ഇപ്പം ഗൾഫിൽ ഇരുന്നൊരു സുഹൃത്ത് കണ്ടിട്ട് ഡയറക്റ്റ് പൈസ അയച്ചു കൊടുത്തു. അയാൾ എടുക്കാൻ വന്നപ്പോൾ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ളത് കൊണ്ട് ഒരു യൂട്യൂബർ കാണിച്ചു. ആ യൂട്യൂബർ എല്ലാം നോക്കിയിട്ട് കിടിലാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് എന്നെ തന്നെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞാൻ അതങ്ങനെ തന്നെ പറഞ്ഞത്. വേറെ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇത്രയും തരണമില്ല. ഞാൻ ആ രീതിയിൽ ആരെയൊന്നും പൈസ മേടിച്ചിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം ഞാൻ ചെയ്യുന്നതിന് എനിക്കൊരു സത്യസന്ധതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അങ്ങനെ അദ്ദേഹം അത് പൈസയ്ക്ക് വേണ്ടി പറഞ്ഞെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അത് സത്യത്തിൽ എനിക്ക് നല്ലപോലെ വേദനിച്ചു. അതുകൊണ്ട് തന്നെയാണ് അത് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞത്. കാരണം ഇന്നലെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഒരു വണ്ടിക്കാണ് ആ കംപ്ലൈൻറ്റുകൾ കണ്ടത്. അപ്പോൾ ആ വണ്ടിയിൽ നിങ്ങൾക്കും കാണുമ്പോൾ അറിയാൻ പറ്റും. ഡോറിൻ്റെ ഏറ്റവും അടിയിലൊക്കെ ഇരിക്കുന്ന സാധനം ഞാൻ എങ്ങനെ കാണാനാണ്? ഡോറ് കൊള്ളാം എന്ന് പറഞ്ഞ് തുറന്ന് കാണിക്കുമ്പോഴും ജസ്റ്റ് അതിനെ ആ ഒരു രീതിയിൽ കാണിച്ചു തരാനല്ലേ എനിക്ക് കഴിയുള്ളൂ. പിന്നെ ഒട്ടിച്ച് വെച്ചേക്കുന്നതോ അല്ലെങ്കിൽ പൊട്ടിയിട്ട് വെച്ചേക്കുന്നതായ ഒരു സാധനത്തെ പെട്ടെന്ന് തിരിച്ചറിയുക, ഒരു നോട്ടത്തിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പാടാണ്. ഒരുപാട് വണ്ടികളുടെ വീഡിയോ ചെയ്യുമ്പോൾ അത്രയും ഡീറ്റെയിൽ ചെയ്ത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അത് ശ്രദ്ധിക്കാനാണ് നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവരാൻ പറയുന്നത്. ഇപ്പോൾ ഒരു മെക്കാനിക്ക് വന്ന് ആ മെക്കാനിക്ക് ആ ഒരു വണ്ടിയുടെ കംപ്ലൈൻറ്റുകൾ നോക്കുമ്പോൾ നല്ല വ്യക്തമായിട്ട് എല്ലാം നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു യൂട്യൂബർ മൊത്തം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് കാണുന്ന നിങ്ങൾക്കൊരു യുക്തിബോധം ഉണ്ടെങ്കിൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ ആരെയും പറ്റിക്കാൻ വേണ്ടി ഇന്ന് വരെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. കാരണം ഇനിയും നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ സനൂപ് അവരെ നിന്ന് പൈസ മേടിച്ചിട്ട് തോന്നിയ പോലെ പറയുകയാണെന്നുള്ള ചിന്തയോടുകൂടി ഇരുന്ന് കാണരുത്. അതുകൊണ്ട് ആ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ജെന്യുവനായിട്ട് നിങ്ങളോട് കാര്യം പറഞ്ഞത്.
അല്പസ്വല്പം വിഷമം ഉണ്ടാകും കാര്യം കേട്ടാൽ, അതുകൊണ്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസിന് സത്യസന്ധത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ഇത് ഹുണ്ടായുടെ ഇയോണ് 2014 മോഡൽ. 2014 മോഡൽ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 18,000 കിലോമീറ്റർ? 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ അറൗണ്ട് 19 ആവുന്നേ ഉള്ളൂ. പക്ക ജെന്യൂൻ കിലോമീറ്റർ, കമ്പനി സർവീസ്. ഇത്രയും കിലോമീറ്റർ പറഞ്ഞ ഒരു ഇയോൺ ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. വണ്ടി നല്ല അതാ, അകത്തെ ക്വാളിറ്റി തന്നെ ആയാലും നോക്കിയാൽ മതി. ബോഡി ക്വാളിറ്റി ആയാലും എൻജിൻ ക്വാളിറ്റി ആയാലും ഓരോ വൃത്തിയൊക്കെ ഉണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. കിലോമീറ്റർ കേട്ടിട്ട് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. ജെന്യൂൻ കിലോമീറ്റർ. 2 ലക്ഷത്തി ഇത് നമ്മൾ ചോദിക്കുന്ന വില 2,35,000 രൂപ. 35,000. 2 ലക്ഷം. 2014 ഇത്രയും ലോ കിലോമീറ്റർ മാഗ്ന. എന്നിരുന്നാൽ പോലും 2014 മോഡൽ വണ്ടി ആയതുകൊണ്ട് എന്തെങ്കിലും കുറയുമോ? എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. ചെറുതേ പറ്റുള്ളൂ. കാര്യം ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വേറെ കാര്യം, ഒരാൾക്ക് എടുക്കാനാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക്. റീപെയിന്റ് കയറിയിട്ടുണ്ടോ? റീപെയിന്റ് ഒന്നും കയറിയിട്ടില്ല. ബമ്പർ ടച്ച് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. ഈ സൈഡിൽ എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ടച്ചിങ് വന്നിട്ടുണ്ട്, അല്ല വേറെ അല്ല ഒന്നുമില്ല. ബോഡി വർക്ക് കാര്യങ്ങളോ ഒന്നുമില്ല. കിഡ് വരുമ്പോഴത്തേക്ക് 2016 മോഡലാണ്. 2016 മോഡൽ സിംഗിൾ ഓണർ. 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് കേസ്, റീപ്ലേസ് കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. അതും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഇത് വരുന്നില്ലേ? ഇൻബിൽഡ് ആയിട്ട് വരുന്നത്, കമ്പനി വരുന്നത്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണോ? ഏതാ? 2 ഡോർ പവർ വിൻഡോ ആണോ? 4 ഡോർ പവർ വിൻഡോ. കമ്പനി വരുന്ന പവർ വിൻഡോ അല്ല. ഓക്കെ. ബാക്ക് സൈഡ് കാണാനൊക്കെ വൃത്തിയുണ്ട്. ടയറൊക്കെ കാണാൻ കൊള്ളാം. അത്യാവശ്യം ഒരു ആവറേജ് കണ്ടീഷൻ ടയർ. ബാക്ക് ആവറേജ് ടയറേ ഉള്ളൂ. ഫ്രണ്ട് 2 നല്ല ടയറുകൾ. പുതിയ ടയർ ഇട്ടേക്കാണോ? പുതിയ ടയർ ഇട്ടേക്കും. 52,000 കിലോമീറ്റർ ആയി. ഓക്കെ. എത്ര ചോദ്യം? നമ്മൾ ചോദിക്കുന്ന വില 2,60,000. 2,60,000. എന്തെങ്കിലും കുറയുമോ? എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരുവിധം മാക്സിമം വില കുറച്ചാണോ പറയുന്നത്? മാക്സിമം വില കുറച്ച് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എടുക്കാനായിട്ടുള്ള വില നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളും കൂടെ ചെയ്യാം. ഓൾട്ടോ വരുമ്പോഴത്തേക്ക് 2016 മോഡലാണ്. 2016 മോഡൽ ഓട്ടോമാറ്റിക്കാണ്. സിംഗിൾ ഓണർ? സെക്കൻഡ് ഓണറാണ്. സിംഗിൾ ഓണറല്ല, സെക്കൻഡ് ഓണറാണ്. ഞാൻ ടയറിൻ്റെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് സിംഗിൾ ഓണർ. ടയർ ഇപ്പോൾ രണ്ടാമത് മാറിയതാ. സെക്കൻഡ് ഓണർ. 57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 57. അപ്പോൾ രണ്ടാമത് മാറിയ ടയർ കാര്യങ്ങളാണ്. വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവർ ഉണ്ട്. ബാക്ക് ടയർ ഇച്ചിരി മോശമുണ്ട്. ഫ്രണ്ട് ടയർ ഉണ്ട്. പുതിയ ഫ്രണ്ട് ടയർ പുത്തൻ ടയർ. ബാക്ക് ഇത്തിരി മോശം തന്നെ. ബാക്ക് സീറ്റ് നോക്കിയാലും വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏതായിരുന്നു വർഷം? 2016. 16 VX. ഓരോ വണ്ടി കാണാനൊക്കെ കൊള്ളാം. ക്ലീൻ കണ്ടീഷൻ. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദ്യം? എത്രയാണ് ചോദിക്കുന്ന വില? 3,35. 3,35. കുറയുമോ? കുറയാനായിട്ട് വലുതായിട്ട് അതിനകത്തൊന്നുമില്ല. എന്നാലും ഐഡിയ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ചെറിയ മാറ്റം നമുക്ക് ചെയ്തു കൊടുക്കാം. മാക്സിമം കുറച്ചുള്ള വില നമ്മൾ പറഞ്ഞു. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. മൈലേജ് അപ്പം മാനുവലിൻ്റെ അത്രയും കിട്ടുമോ? മാനുവലിനേക്കാൾ ഒരു ഇച്ചിരി കുറവായിരിക്കും. ഇയോൺ 2013 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. 69,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇത് ഏത് വേരിയന്റ്? ഇറ പ്ലസ്. 2 ഡോർ പവർ വിൻഡോ വരും. AC പവർ സ്റ്റിയറിംഗ്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി കാണാൻ വൃത്തിയായിട്ട്. ടയർ 4 ടയർ ഒരേപോലെ തന്നെ നിൽക്കുക. സെക്കൻഡ് ടയർ ഇട്ട് ഓടി. സെക്കൻഡ് ടയർ ഒരുമിച്ച് പോയാൽ. സ്റ്റെപ്പിന് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എടുത്തിട്ടില്ല. വേണമെങ്കിൽ കാണിച്ചു കൊടുക്കുക. സ്റ്റെപ്പിന് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഇട്ടേക്കുന്ന ടയർ തന്നെയാണോ സ്റ്റെപ്പിനായിട്ടിരിക്കുന്നത്? ഫസ്റ്റ് കമ്പനി വന്ന ടയർ തന്നെ സ്റ്റെപ്പിനായിട്ടിരിക്കുന്നത്. 4 ടയർ ഒരുമിച്ച് മാറിയത്. ആ ടയർ തന്നെ ആനക്കിട്ടില്ല. എത്ര ചോദ്യം? നമ്മൾ ചോദിക്കുന്നത് 2,10. 2,10,000 രൂപ. ഒരു ലാസ്റ്റ് പ്രൈസ് പറയാൻ പറഞ്ഞാൽ എന്താ പറയും? ഫൈനലായിട്ട് നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അതിൽ താഴില്ല? അതിൽ താരത്തില്ല. നമ്മൾ മാക്സിമം കുറച്ചാ പറഞ്ഞിരിക്കുന്നത്. കൂട്ടി ചോദിച്ചിട്ട് കുറച്ച് പറയുകയല്ല. ഫൈനൽ 2 രൂപയ്ക്ക് കൊടുക്കാം. 2 രൂപ. വേറെ അപാകതകളൊന്നുമില്ലേ? ഒന്നുമില്ല.
എറ്റിയോസ് ക്രോസ് 2014 മോഡല്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? ഓടിയിരിക്കുന്ന 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ. 52. അലോയ് വീൽസ് ഒക്കെ കൊള്ളാം, നല്ല അലോയ് വീലുണ്ട്. ഡീസലിൽ തന്നെ VD എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. മൈലേജ് എന്ത് കിട്ടും? മൈലേജ് 20 കൺഫേം ആയിട്ടും കിട്ടും. ഒരു ടച്ച് സ്ക്രീനും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറുണ്ട്. മാനുവലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. ഫോർഡോ പവർ വിൻഡോസ് ആണ്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയർ മൊട്ട ടയറാണ്, മാറി കൊടുക്കൂ. ബാക്ക് ടയർ മൊട്ടയൊന്നുമല്ല, ബാക്ക് ടയർ ഓടാറുണ്ട്. ഇതൊരു വലിയ ഓട്ടത്തിനുള്ളതൊന്നും ഇല്ലടേ. കൊടുക്കത്തില്ല, അംഗീകരിക്കത്തില്ല. ബാക്ക് ടയർ ആണ്ട് രണ്ടും മോശമാണ്. ഫ്രണ്ട് ടയർ നല്ല ടയറുണ്ട്, അത് ഞാൻ സമ്മതിച്ച്. മാറി കൊടുക്കൂ. ബാക്ക് ടയർ മെൻഷൻ ചെയ്യണ്ട. അല്ല, ബാക്ക് ടയർ മാറി കൊടുക്കുമല്ലയോ? ഇല്ല, മാറി കൊടുക്കത്തില്ല. ഈ കിടക്കുന്ന കണ്ടീഷനാ. മാറി കൊടുക്കാതെ ഫൈനൽ വില പറയാൻ പറഞ്ഞു. ഓക്കെ, എത്രയാ? റെക്കോർഡിംഗ് ആണ്. പറ, എത്രയാ? നമ്മൾ ചോദിക്കുന്ന വില 5 ലക്ഷം രൂപ. ലാസ്റ്റ് 480 വരും. 480. എർട്ടിക വരുമ്പോഴത്തേക്ക് പെട്രോളിൽ ഓട്ടോമാറ്റിക് വരുന്നത്. എർട്ടിക ഓട്ടോമാറ്റിക്? പെട്രോൾ ഓട്ടോമാറ്റിക്. എന്ത് ഓടിയിട്ടുണ്ട്? 44,000 കിലോമീറ്റർ. 44 ഓടി. ഓക്കെ. മൈലേജ് എന്ത് കിട്ടും? പെട്രോൾ അല്ലേ, അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക് കൂടി. മൈലേജ് ഒരു 14-നകത്ത്. 14-നകത്ത്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. അല്ലാതെ വണ്ടിക്കകം കാണാൻ സിംഗിൾ ഓണർഷിപ്പ് പോവാ. നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിച്ച വണ്ടിയല്ല. കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു വൃത്തി വണ്ടി കാണാനുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതും റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. എത്ര ചോദ്യം? എത്രയാ ചോദ്യം? നമ്മൾ 760 ചോദിക്കുന്നു. 7,60,000 രൂപ. കുറയൂടെ? എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്ര വലിയ വിലയല്ല ചോദിക്കുന്നത്. നിങ്ങൾ ഈ വാക്കിംഗ് കസ്റ്റമേഴ്സിന് ചോദിക്കുന്ന വില അല്ലല്ലേ ഈ പറഞ്ഞത്? അല്ലല്ല, ഒരിക്കലും അല്ല. ഓക്കെ, അപ്പം വീഡിയോ കണ്ട് ഇവിടെ വന്ന് ചോദിച്ചവർക്ക് മനസ്സിലാവുക. വീഡിയോ കണ്ടിട്ട് വന്ന് ചോദിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് വരുവാന്ന് പ്രത്യേകം പറയണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു വാക്കിംഗ് കസ്റ്റമേഴ്സിന്റെ വിലയെ പറയുള്ളൂ. നമ്മൾ അതങ്ങനെ ചോദിക്കത്തോളൂ. വീഡിയോ കണ്ടേന്ന് മെൻഷൻ ചെയ്തതിനെ നമ്മൾ അതെ അതുകൊണ്ട് കറക്റ്റ് ചെയ്ത് പറയാൻ പറ്റും. വാഗണർ 2013 മോഡലാണ്. 2013 മോഡല്, സിംഗിൾ ഓണറിൽ 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ടയേഴ്സ് ആണല്ലേ? സെക്കൻഡ് ടയേഴ്സാ, കമ്പനി സർവീസ്. ഓക്കെ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ബാക്ക് ഡിക്കി റീപ്ലേസ്മെന്റ് ഉണ്ട്. ഡിക്കി റീപ്ലേസ്മെന്റ് ഫുള്ളായിട്ട് മാറിയെന്നാണോ അതോ? ഡിക്കി മാറിയിട്ടുണ്ട്. ഡിക്കി മാറിയിട്ടുണ്ട്. മറ്റ് ഫ്രണ്ടോ ഡോറോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. കറക്റ്റ് സർവീസ്. ഓക്കെ. എഞ്ചിനൊക്കെ നല്ല ക്വാളിറ്റി നിൽക്കുക. ഓട്ടോ ഒക്കെ കറക്റ്റ് തന്നെ അല്ലേ? കറക്റ്റ് തന്നെ. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ കിലോമീറ്റർ. വണ്ടിക്കകം ഒക്കെ കാണാൻ കൊള്ളാം. മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. നല്ലൊരു സീറ്റ് കവറുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഡിക്കി മാറി എന്നുള്ളതേ ഉള്ളൂ അല്ലേ? മേജർ ഇടി അങ്ങനെയുള്ള രീതിയൊന്നുമല്ല. ഇപ്പം ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡിക്കി മൊത്തത്തിൽ മാറത്തേ ഉള്ളൂ. റിപ്പയറിന് അവർ നിൽക്കത്തില്ല. അങ്ങനെ മാറിയതല്ലേ? അങ്ങനെ മാറിയത്. ഓക്കെ. ബാക്ക് ടയർ കുറച്ചുകൂടി ടയർ ഉണ്ട് ഫ്രണ്ടിനെ ബേസ് ചെയ്ത്. ഓക്കെ. എത്ര ചോദ്യം? ചോദിക്കുന്ന വില 320. ഏത് വർഷമായിരുന്നു? 2013. 2013. നിസാൻ്റെ സണ്ണിയാണ്. ഇത് വരുന്നത് 2012 മോഡലാണ്. 2013 രജിസ്ട്രേഷൻ. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലിൽ XV എന്ന് പറഞ്ഞ വേരിയൻ്റാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ വരുന്നത്. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് 18 ഒക്കെ കിട്ടും. 18-20 വരെ കിട്ടും. ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ 20 വരെ കിട്ടും. ഓക്കെ. ഇത് ഇത്തിരി ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ക്ലൈമറ്റ് കൺട്രോൾ, AC. ആൻഡ്രോയിഡ് ആണോ ഇത്? ആൻഡ്രോയിഡ് ആയിരിക്കുന്ന, ടച്ച് സ്ക്രീൻ ആയിരിക്കുന്ന. പിന്നെ അലോയ്സ് വരുന്നുണ്ട്. അലോയ്സ് കണ്ട് കൊള്ളാം, നല്ല അലോയ്സ് ആണ്. ബാക്ക് റോയിൽ നല്ല സ്പേസാ. ബാക്ക് റോയിൽ ഇത് ഏത് വർഷമായിരുന്നു? 2012 മോഡൽ. രജിസ്റ്റർ ചെയ്തേക്കുന്നത് 2013. ഓക്കെ. ഡോറിൻ്റെ അടിയൊക്കെ കണ്ടോണേ. ഇത്രയും കുനിഞ്ഞ് കാണിച്ചു തരാനേ പറ്റുള്ളൂ. ഇനി കാണിച്ചില്ലെന്ന് പറയരുത്. ബാക്ക് AC വെൻ്റ് ഒക്കെ വരുന്ന മോഡലാണ്. ബാക്ക് നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. ഡോർ പാഡൊക്കെ നല്ല വൃത്തിയായിട്ട്, അത്യാവശ്യം വൃത്തിയെന്നല്ല, നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. വേറെ തുരുമ്പ് കാര്യങ്ങളില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്.
അതേപോലെ ബാക്ക് ടയർ നോക്കിയാലും നല്ല ടയറാണ് കിടക്കുന്നത്. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, എത്ര ചോദിക്കുന്നത്? നമ്മളെ വില വരുമ്പോഴത്തേക്ക് 3 ലക്ഷം രൂപയാണ്. ഫൈനൽ നമുക്ക് 290 കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണ്. ലാസ്റ്റ് പ്രൈസ്. അത് ഈ ബാർഗൈനിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്രൈസാ. ലാസ്റ്റ് ഈ ഇത് കണ്ടിട്ട് വിളിച്ചാലും ഈ 290 ലാസ്റ്റ് പ്രൈസ്. 290 ലാസ്റ്റ് പ്രൈസാ. അതിലൊരു ചോദ്യം ചെയ്യരുത്. ആ റേഞ്ചിലുള്ളൊരു പ്രൈസ്. ഫൈനൽ റേറ്റ് നമ്മളങ്ങ് പറഞ്ഞതേ ഉള്ളൂ, 290 കൊടുക്കും. ഇപ്പോൾ ക്രെറ്റ വരുന്നത് 2015 മോഡൽ ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്ത് ഓടി? 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 53. ടയർ രണ്ടാമത് മാറിയിട്ടേക്കാം അല്ലേ? ടയർ രണ്ടാമത് മാറിയത്. ഏത് വേരിയൻ്റ് ഏതാ? വേരിയൻ്റ് SX ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഏറ്റവും 4 എയർ ബാഗ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്, ക്ലൈമറ്റ് കൺട്രോൾ, AC, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വണ്ടി 1.6 മാനുവൽ അല്ലേ? മാനുവൽ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന 7.25. 7.25. നല്ല അലോയ് വീൽസ് ഉണ്ട്. ടയറൊക്കെ അത്യാവശ്യം ടയർ 4 ടയർ നല്ല ടയറാണ്. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസും ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. ഈ സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ വണ്ടിക്കൊന്നും. പുട്ടിയിടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. വണ്ടി ഓരോ കാണാൻ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ പറഞ്ഞ് ചെയ്യത്തുള്ളൂ. എക്സ്പ്രസ് വരുമ്പോഴത്തേക്ക് 2021 മോഡലാണ്. 2021 ഓട്ടോമാറ്റിക്കലി VXI പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ടയർ കണ്ടീഷൻ ആവറേജ് അല്ലേ? ആവറേജ്. ഫസ്റ്റ് ടയർ തന്നെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. 20,000 ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. ജെനുവിൻ കിലോമീറ്റർ, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇത് പ്രത്യേകം വെച്ചല്ലേ? ആൻഡ്രോയിഡ് സിസ്റ്റം അത് അതിനകത്ത് തന്നെ വരുന്നത് കമ്പനി വരുന്നത്. VXI പ്ലസ് ആയതുകൊണ്ട് അതിനകത്ത് വരുന്നത്. ഓക്കെ, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. 2 ഡോർ പവറിൻ്റെ ആണ്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഷോറൂം ഹിസ്റ്ററി അവൈലബിളാണ്. എന്തോ ചോദിക്കുന്നത്? ചോദിക്കുന്ന വില 4.85. അതിലെന്തെങ്കിലും കുറയുമോ? അത് ഈ വലുതായിട്ടൊന്നും കുറയാനായിട്ടില്ല. ഇല്ല. 2021 ഓട്ടോമാറ്റിക്കാണ്. ഇവിടെ ഇപ്പോൾ ഫുൾ ഓൺ കയറാൻ പറ്റുന്ന ടൈപ്പ് വണ്ടികൾ കിടപ്പുണ്ടോ? ഫുൾ ഓൺ കയറാൻ പറ്റിയതായിട്ടൊന്നുമില്ല. എല്ലാം ലോ കിലോമീറ്റർ വണ്ടികളാണ്. അങ്ങനല്ല, ഇപ്പം 100% ലോൺ കൊടുക്കാന്നുള്ള രീതി ഒന്നും കിടക്കില്ല. സെലർ ചെയ്ത് ഓട്ടോമാറ്റിക്കാ. VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. എന്തോ ഓടി? 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ടയേഴ്സ് ആണല്ലേ? ഫസ്റ്റ് ടയേഴ്സാണ്. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഷോറൂം സർവീസാണ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചല്ലേ? ആൻഡ്രോയിഡ് സിസ്റ്റം സെപ്പറേറ്റ് ചെയ്തേക്കോ. കമ്പനി ഇൻബിൽഡ് അല്ല അത്. വണ്ടി സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല. എയർ ബാഗ് വരുന്നുണ്ട്. ഒരു എയർ ബാഗുള്ള? ഒരു എയർ ബാഗുള്ള. വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ നല്ല നീറ്റാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപെയിൻറ് കയറിയിട്ടുണ്ടോ? ഇല്ല, റീപെയിൻ്റ് ഒന്നും കയറിയിട്ടില്ല. 2020 മോഡൽ വണ്ടിയാണ്. ഓക്കെ, ടയറൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല ടയറാണ്. ആദ്യത്തെ ടയർ തന്നെയാണ്, അത് ഓടിയില്ലല്ലോ. അപ്പോൾ എത്ര ചോദ്യം? ചോദിക്കുന്ന 5.35. 2020 ഓട്ടോമാറ്റിക് സിംഗിൾ പ്രൈസ് ആണ്. അത് എന്തെങ്കിലും മാറ്റം വരുമോ? എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാം. എക്സ്പ്രസോ ഇത് ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡൽ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് തന്നെ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ടയറാണല്ലേ? സെക്കൻഡ് ടയറാണ്. ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഓണർഷിപ്പ് എത്രയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ അല്ലേ? കിലോമീറ്റർ ജെനുവിനാണ്. സർവീസ് റെക്കോർഡ് എല്ലാം അവൈലബിളാണ്. ഓക്കെ, വണ്ടിക്കകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. ചെറിയ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ ഇട്ടാൽ നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നത്. ആക്സിഡൻറ്റ് കേസ് റീപ്ലേസ്മെൻറ്റ്സ് വല്ലതും? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 4.70. ലാസ്റ്റാ? എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാം. ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാവോ? 50 രൂപയിൽ ഇറക്കാൻ പറ്റത്തില്ല. ഒരു 80 രൂപയെങ്കിലും വേണം. അത്രയെങ്കിലും വേണം. ബാക്കി ഫിനാൻസ് ചെയ്യാൻ പറ്റും. XUV 2012 മോഡലാണ്. 2012 മോഡൽ ഡീസൽ W8 എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് വരുന്നത്. 2012 ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി.
എല്ലാ ഫീച്ചേഴ്സും. എയർ ബാഗ് ഒക്കെ എങ്ങനെയാണ്? എയർ ബാഗ് 8 എയർ ബാഗ് വരുന്നുണ്ട്. 8 എയർ ബാഗ്. 8 എയർ ബാഗ്, അലോയ്സ്, ക്ലൈമറ്റ് കൺട്രോൾ, KC. വണ്ടി ഓരോ നല്ല പോഷ് വണ്ടി. 3 റോയിൽ AC വെന്റ് എല്ലാം വരുന്നുണ്ട്. ആക്സിഡന്റ് കേസ് വല്ലതും ഉണ്ടോ? ആക്സിഡന്റ് ഒന്നുമില്ല. റീപ്ലേസ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പറയും. നമ്മളെ വാഗണറി പറഞ്ഞ പോലെ നമ്മൾ മെൻഷൻ ചെയ്യുക. പിന്നെ അതൊക്കെ ഒന്നുമില്ല. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടോപ്പ് നോക്കിയാലും ഒക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്, വൃത്തിയിടൊന്നുമില്ല. എത്ര ചോദ്യം? ചോദിക്കുന്ന 5,60,000 രൂപ. ഡീസൽ തന്നെയല്ലേ? ഡീസൽ നല്ല ആലോചിച്ചിട്ടുണ്ട്. എന്ത് മൈലേജ് ഉണ്ട് ഇതിന്? മൈലേജ് വരുമ്പോഴത്തേക്ക് ഒരു 14 റേഞ്ചിൽ എന്തായാലും കിട്ടും. 14. ഓക്കെ, വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. അപാകതയായിട്ടൊന്നുമില്ല. ബോഡി ക്വാളിറ്റി ആയാലും എൻജിൻ ക്വാളിറ്റി ആയാലും നല്ല രീതിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ടയർ ഭാഗമുണ്ട്. എല്ലാ ടയറും പുതുതായിട്ട് മാറിയിട്ടേക്കോ? എല്ലാ ടയറും മാറിയിരിക്കുക. എല്ലാം നല്ല പുത്തൻ ടയർ. മാരുതി ബ്രസ ഡീസലാണ്. ഡീസലിൽ LDA ഓപ്ഷനാണ്. ഓണർഷിപ്പ് ബേസ് മോഡൽ വരുന്നത്. ഓക്കെ, ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ബാക്ക് ടയർ പുതിയതാണല്ലേ? ബാക്കും ഫ്രണ്ടും ഒരേപോലെ നിൽക്കുക. 4 ടയറും ഒരേപോലെ നിൽക്കുക. ഫ്രണ്ട് പുതിയതാണോ? പുതിയതല്ല, 4 ടയർ ആവറേജ് ആയിട്ട് ഒരേ കണ്ടീഷനിൽ നിൽക്കുക. 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ. ബേസ് ആണല്ലേ? ബേസ് മോഡൽ 2019 മോഡൽ, 20 രജിസ്റ്റർ ചെയ്തേക്കുന്നത്. വണ്ടി വൃത്തിയൊക്കെ ഉണ്ട് കാണാൻ, അതൊന്നും കുഴപ്പമില്ല. ഡീസലാണ്. ബാക്ക് ടയർ പക്ഷെ കണ്ടപ്പോൾ ഒറ്റയടിക്ക് പുത്തൻ ടയറായിട്ട് എനിക്ക് തോന്നി, അതൊന്നും ചോദിച്ചത്. 4 ടയർ ഒരേ കണ്ടീഷൻ തന്നെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഇല്ലല്ല, ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 760. XL6 2021 മോഡലാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സീറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. സീറ്റ എന്ന് പറയുമ്പോൾ മിഡിലാണോ? ആൽഫയുടെ തൊട്ട് താഴെയുള്ള ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ. സീറ്റൊക്കെ തന്നെ അലോയ്സ്, ക്ലൈമറ്റ് കൺട്രോൾ, KC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് തന്നെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. മാനുവലാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ബട്ടനാണ്. മൈലേജ് എന്തോ കാണും? മൈലേജ് വരുമ്പോഴത്തേക്ക് ഒരു 15 മൈലേജ്. 15 പെട്രോൾ അല്ലേ? പെട്രോളാണ്. 15-16 വരെ. ഹൈബ്രിഡ്. ഓക്കെ. വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തിയാണ്, നല്ല നീറ്റായിട്ട്, നല്ല ഫ്രഷ് വണ്ടി കാണുന്ന പോലെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം ടോപ്പ് നോക്കിയാലും വെള്ളയാണെങ്കിൽ അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ആ രീതിയിൽ വണ്ടി നല്ല വൃത്തിയാണ്. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ ഫൈനൽ വില ആണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 10 ലക്ഷം രൂപ ഫൈനൽ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഈ ബാർഗെയിൻ ചെയ്യാനായിട്ടൊന്നുമില്ല. ലാസ്റ്റ് പ്രൈസ് ആണ്. ലാസ്റ്റ്. വണ്ടി നല്ല ഹൈ ക്വാളിറ്റിയാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ടയറും പുതിയ ടയറെല്ലാം പുതിയ ടയറാണ്. നല്ല അലോയ് വീൽസ് ഇടപെട്ട്. ഇതിപ്പോഴേ 10 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ലക്ഷം രൂപ തന്നാൽ നമുക്കിത് ഇറക്കാൻ പറ്റും? കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. പോളോ പെട്രോളാണ്. 2015 മോഡൽ. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും കയറി? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇതും സർവീസ് റെക്കോർഡ് എല്ലാം ഉള്ള വണ്ടി തന്നെ. ബാക്ക് ടയർ മോശമാണ്. ബാക്ക് ടയർ ഇച്ചിരി മോശമുണ്ട്. മാറി കൊടുക്കുമോ? 2015 ഈ കണ്ടീഷനിൽ തന്നെ ഉള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയുന്നത്. ടയർ മാറുന്ന പരിപാടി മാത്രം ചെയ്യത്തില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന വണ്ടിയാണ്. 4 വണ്ടിയാണ്. മാനുവലാണ്. മൈലേജ് എങ്ങനെയായിരിക്കും? മൈലേജ് വരുമ്പോഴത്തേക്ക് ഒരു മാക്സിമം പോയാൽ 16. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. വീണ്ടും ചോദിക്കുന്ന റീപെയിന്റ് ഒന്നുമില്ല. അതാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുപോകാതെ പറയണം, അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. ബാക്ക് ടയർ മോശമാണ്. ബാക്ക് ടയർ മോശമുണ്ട്. ഫ്രണ്ട് ടയർ രണ്ട് പുതിയ. ബാക്ക് ടയർ മാറി തരത്തില്ല. വില എന്താ ചോദിച്ചാൽ? വില വരുമ്പോഴത്തേക്ക് 475. ടയറിന്റെ പൈസ മാറി കുറച്ച് കൊടുക്കുമല്ലോ. അതിലെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ മതി. സ്വിഫ്റ്റ് 2023 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ജെന്യൂൻ കിലോമീറ്റർ. 2023 വണ്ടിയല്ലേ? 23. സെക്കൻഡ് സർവീസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ.
തേർഡ് സർവീസ് ആയിട്ടില്ല. തേർഡ് സർവീസ് ഇതുവരെ ആയിട്ടില്ല. നല്ല ടയർ. ആൻഡ്രോയിഡ് സിസ്റ്റം ഇല്ല, പക്ഷേ ആൻഡ്രോയിഡ് സിസ്റ്റം അല്ല, VXA വരുന്നത്. എല്ലാം കമ്പനി ഇൻബിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഫോർഡ് പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം സീറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാനും കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. അത് ഒരു കാര്യം, റീപെയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കമ്പനി ഇറങ്ങിയ കണ്ടീഷനിൽ തന്നെ കിടക്കുക. ഓക്കെ. എത്ര ചോദ്യം വരുമ്പോഴത്തേക്ക് 7,10 ചോദിക്കുന്നു. 7,10,000 രൂപ. ചേട്ടാ ഇറങ്ങിയപ്പോൾ ഈ വണ്ടിക്ക് ആ വിലയിലേ കാണത്തുള്ളൂ? അല്ലല്ലല്ല, പിന്നെ പുതിയ വണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് 8,35 വിലയുണ്ട്. ആ റേഞ്ച് വരും. 2023 ഇറങ്ങിയപ്പം 8,20 എന്തായാലും വിലയുണ്ട്. ഇതും അപ്പോൾ ഇറക്കണമെങ്കിൽ ഏകദേശം ഒരു 1 ലക്ഷം രൂപ അടുപ്പിച്ച് വേണ്ടി വരും അല്ലേ? 1 ലക്ഷം രൂപ അടുപ്പിച്ച് വേണ്ടി വരും. 5 വർഷം 7 വർഷം വരെ വേണമെങ്കിലും ലോൺ ചെയ്യാം. ഓക്കെ. 1 വർഷം പോലും പഴക്കം ആയിട്ടില്ലല്ലോ വണ്ടി. അങ്ങനെ 2025 ബോധമൊന്നും ഇല്ലാന്ന കച്ചവടം ചെയ്യുന്നത്. എക്സ്പ്രസോ ഇത് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. 2020 മോഡൽ. 3-4 ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ടല്ലേ? നമ്മളിപ്പം 2 എക്സ്പ്രസോ ഉണ്ട്, ഇത് 3ാമത്തെ വണ്ടിയാണ്. ഓക്കെ. ഈ എക്സ്പ്രസോ മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങളുടെ ഓട്ടോമാറ്റിക് കിടക്കുന്നത്? എക്സ്പ്രസോവും കിഡും കിടപ്പുണ്ട്. കിഡകത്ത് കിടപ്പുണ്ട്, നമുക്ക് കാണിക്കാം. ഇത് 2020 മോഡൽ, 35,000 കിലോമീറ്റർ. 35,000 കിലോമീറ്റർ അത്യാവശ്യം ലോ കിലോമീറ്റർ വണ്ടികളാണ് തോന്നിയുള്ളത്. 2020 കിലോമീറ്റർ. 2 ഡോർ പവറിൻ്റെ അല്ലേ? 2 ഡോർ പവറിൻ്റെ വരുന്നത്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. VXA ഓട്ടോമാറ്റിക് ആണ്. VXA വേരിയന്റിൽ ഓട്ടോമാറ്റിക്. ഓക്കെ. വണ്ടിക്കാകെ കൊള്ളാം. ടയർ ഫസ്റ്റ് ടയറാ? ഫസ്റ്റ് ടയർ. ഓക്കെ. എത്ര ചോദ്യം? നമ്മൾ ചോദിക്കുന്നത് 4,40. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. റീപ്ലേസ്, റീപെയിന്റ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. റീപെയിന്റും ഇല്ല, റീപ്ലേസും ഇല്ല. കിലോമീറ്റർ ജെനുവിനാ, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ബലേനോ 2016 ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. 68 കിലോമീറ്റർ ഉണ്ട്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. ഡെൽറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. ഡെൽറ്റയിൽ ഓട്ടോമാറ്റിക് വരുന്നത്. ബാക്ക് ടയർ പുതിയതാണോ? ബാക്ക് ടയർ ആവറേജ്. പുതിയതല്ല, ആവറേജ് ടയർ. ബാക്ക് ടയർ ആവറേജ്. ഫ്രണ്ട് രണ്ടും പുതിയതാണ്. 68 ഓടിയില്ലേ, അപ്പം സെക്കൻഡ് ടയർ. ഈ ബ്ലാക്ക് അടിച്ചതാണോ വണ്ടി ഇറങ്ങിയപ്പോഴുള്ളതാണോ? ബ്ലാക്ക് സ്റ്റിക്കറാണ്. വണ്ടി ഇറങ്ങിയപ്പോഴുള്ളതല്ല, അഡീഷണൽ ചെയ്ത. ഓക്കെ. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓപ്ഷനാണ്. വണ്ടിക്കകം ഒക്കെ നല്ല വൃത്തിയുണ്ട്. നല്ല സീറ്റ് കവർ ഉണ്ട്, ഫ്ലോർ മാറ്റ് ഉണ്ട്, ഫോർഡ് പവർ വിൻഡോ ആണ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. ടച്ച് സ്ക്രീൻ ഇല്ല, അലോയ്സും ഇല്ല. ബാക്ക് AC വെന്റ് ഇല്ല. എത്ര ചോദ്യം? ചോദിക്കുന്നത് 5,75. കുറയൂടെ? ചെറിയ എന്തെങ്കിലും കാര്യങ്ങളെ കുറയ്ക്കാനായിട്ട് വരും. വലിയ രീതിയിൽ കുറയാൻ പറ്റത്തില്ല. കുറയ്ക്കാനായിട്ടില്ല. സ്വിഫ്റ്റ് ഇത് വരുമ്പോൾ 2022 മോഡലാണ്. 2022 കിലോമീറ്റർ. 2022 മോഡൽ, 32,000 കിലോമീറ്റർ. 32,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ടയർ സെക്കൻഡ് ടയറാണോ ഫസ്റ്റ് ആണോ? ഫ്രണ്ട് സെക്കൻഡ് ടയറാണ് കിടക്കുന്നത്. ബാക്ക് സെക്കൻഡ് അല്ലേ? ഫ്രണ്ട് രണ്ടും ഫ്രഷ് ടയറാണ് കിടക്കുന്നത്. ചെറിയൊരു ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫോർഡ് പവർ വിൻഡോ ആണ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. പിന്നെ പറയാൻ ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. സീറ്റ് കവർ. ഓക്കെ. വണ്ടി ഓവറോൾ കാണാനും വൃത്തിയൊക്കെ ഉണ്ട്. റീപ്ലേസ്മെൻറ്റും ഒന്നുമില്ല. ഹിസ്റ്ററി ഉള്ളതല്ല. ഇപ്പോൾ പെയിൻറ്റിങ് നോക്കിയാലും പെയിൻറ്റിങ് ഡള്ളായി കിടക്കുക അങ്ങനൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത് വില? 6,80. 6,80? 6,80,000 രൂപ. അപ്പോൾ ക്ലൈംബർ 2023 മോഡലാണ്. 2023 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക് വണ്ടി. കിലോമീറ്റർ എന്താ ഓടി? കിലോമീറ്റർ 3,300 കിലോമീറ്റർ ഓടി. അത്രേ ഓടിയിട്ടുള്ളൂ. ഈ ടച്ച് സ്ക്രീനൊക്കെ ഇത് വരുന്നതന്നെ? എല്ലാം കമ്പനി ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നതല്ല. AC, പവർ സ്റ്റിയറിംഗ് കൺട്രോൾസ്. പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ് എന്തോ കിട്ടും? വരുമ്പോഴത്തേക്ക് ഒരു 18 എന്തായാലും കിട്ടും. 18 ഉണ്ട്. 18 കിട്ടും.
ഓക്കെ, വണ്ടി നല്ല വൃത്തിയായ പുത്തൻ വണ്ടിയല്ലേ? പുത്തൻ വണ്ടി, 2023 വണ്ടിയല്ലേ. ഈ സർവീസ് ഒക്കെ അപ്പൊ എങ്ങനെയാണ്? ഈ സർവീസ് എല്ലാം അവൈലബിൾ ആണ്. അതല്ല, നിലവിൽ ഈ കിലോമീറ്റർ ഓടിയത് ഷോറൂമിൽ തന്നെ ചെയ്തത്. അതന്നെ. ഇതിപ്പോ എത്ര സർവീസ് കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? 3 സർവീസും കഴിഞ്ഞോ? 3 സർവീസിന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അതെ, പക്ഷെ കിലോമീറ്റർ എത്ര ചെയ്തിട്ടില്ല. ഓക്കെ, പുത്തൻ വണ്ടി. ഓക്കെ, ഇത് പെട്രോള് കിലോമീറ്റർ എത്ര? മൈലേജ് എത്ര? മൈലേജ് ഒരു 18 എന്തായാലും കിട്ടും. 18 കിട്ടും. ടയറൊക്കെ പുത്തൻ ടയർ, നല്ല അലോയ് വീൽസ് ആണ്. അപ്പോൾ ഉണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചില്ല ഇത് കണ്ടിട്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ചോദിച്ചൂടാ. എന്നാലും ഇപ്പം 1000 കിലോമീറ്റർ 100 കിലോമീറ്റർ ഒന്നും ഇല്ല. ഈ തട്ടണമെന്നുണ്ടെങ്കിൽ തട്ടാം. അതുകൊണ്ട് ചോദിച്ചാ. ഓക്കെ, എത്ര ചോദിക്കുന്നേ? നമ്മൾ ചോദിക്കുന്ന വില 6 ലക്ഷം രൂപ. 6 ലക്ഷം. ഫൈനൽ നമുക്ക് 5.75 കൊടുക്കാം. ബാർഗെയിനിങ് ഒന്നും ഇല്ലാതെ ഫൈനലായിട്ട് 5.75 കൊടുക്കാം. 5.75. അപ്പോൾ താറ് ഡീസലാണ്. 2020 മോഡൽ, 2021 രജിസ്ട്രേഷൻ. 21 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 21,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. ഓണാക്കി ഇട്ടേക്കുമല്ലേ? കിലോമീറ്റർ ജെന്യൂൻ. ഇപ്പോഴും സർവീസ് കഴിഞ്ഞേ ഉള്ളൂ. ഓയിലും ഫിൽറ്ററും എല്ലാം മാറി പക്ക സർവീസ് നിൽക്കുക. 4x4 ആണ്. ഓക്കെ, ഡീസൽ മാനുവലിൽ 4x4 വരുന്നത്. വണ്ടി കാണാൻ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ നടക്കുക. വണ്ടി നല്ല ക്വാളിറ്റി നിൽക്കുക. അലോയ്സ് ഒക്കെ ബ്രാൻഡഡ് അലോയ്സ് തന്നെ. ടയേഴ്സ് ഒക്കെ ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്? ഈ അലോയ്സിന്റെ കൂടെ മാറിയ ടയറാണ്, കമ്പനി ടയർ അല്ല വരുന്നത്. കമ്പനി ടയർ അല്ല? അല്ലല്ല. ഓക്കെ, സ്റ്റെപ്പിനെയൊക്കെ പുത്തൻ ടയേഴ്സാണ്. പുത്തൻ ടയർ അല്ല. 5 ടയറും ഒരേപോലെ തന്നെ നിൽക്കുക. ഫ്ലോർ മാറ്റ്, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. വണ്ടിക്കകം ഓരോ നല്ല പോഷായിട്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. പക്ക ക്ലീൻ ആയിട്ട് ചെയ്തിരിക്കും. എത്ര ചോദിക്കുന്നേ? നമ്മളിപ്പോൾ ചോദിക്കുന്ന വിലയെന്ന് പറയുമ്പോൾ 13,50. 13,50,000 രൂപ. 13.5 അല്ലേ? 13.5. 4x4 ഡീസലാണ്. മൈലേജ് എന്ത് കാണും? മൈലേജ് വരുമ്പോഴത്തേക്ക് ഒരു 14 എന്തായാലും കിട്ടും. 14 കിട്ടൂടെ ഇതിന്? 14, 12 തൊട്ട് 14 വരെ കിട്ടും. എന്തായാലും കിട്ടും. ഓക്കെ, എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാൻ ആദ്യം? നമുക്ക് അറൗണ്ട് 10 lakhs വരെ ലോൺ കയറി പോകും. അപ്പോൾ ഒരു 3-3.5 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഹുണ്ടായുടെ വെന്യൂ 2020 മോഡലാണ്. 2020 മോഡൽ ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി. ഡീസലിൽ എസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയിരുന്നു. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് ഒരു 16 തൊട്ട് 18 വരെ എന്തായാലും കിട്ടും. ഡീസൽ ആണെങ്കിലും അത്രേ കിട്ടുള്ളൂ? അത്രയും കിട്ടും. ഓക്കെ, ഇത് എസ് എന്ന് പറയുമ്പം വേരിയൻ്റ് ഏതായിട്ട് വരും? ടോപ്പ്, മിഡിൽ അങ്ങനെയുള്ളതിൽ? മിഡിൽ ഓപ്ഷനാണ്. മിഡിൽ ബേസ് മോഡലിൽ തൊട്ട് മേളിൽ നിൽക്കുന്ന. ഓക്കെ, സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ്, 4 door പവർ വിൻഡോ, AC കാര്യങ്ങളെല്ലാം വരുന്നത്. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അലോയ്സ് വെച്ച് ബാക്കി ഒട്ടുമിക്ക ഫീച്ചേഴ്സും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അതേ ഉള്ളൂ. പിന്നെ ബാക്ക് AC വെന്റ് വരുന്നുണ്ട്. എത്ര ഓടിയെന്നാ പറഞ്ഞേ? 41,000 കിലോമീറ്റർ. 41. ടയർ ഫസ്റ്റ് ടയർ, നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിച്ചൊരു വണ്ടിയാണ്. വണ്ടിക്ക് ഈ ബാക്കിലെ സീറ്റ് കവറൊന്നും പൊട്ടിച്ചിട്ടില്ലല്ലോ? ഇല്ല, അതുപോലെ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. 41 ഓടിയിട്ട് സീറ്റ് കവർ പൊട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വണ്ടി ഓവറോൾ കാണാനേ കൊള്ളാം. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 8.75. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് ഇറക്കാൻ പറ്റും. ലോൺ ചെയ്യാം. 5 വർഷം വരെയൊക്കെ ലോൺ കിട്ടുമല്ലോ? 5 വർഷം വരെ ലോൺ കിട്ടും. 2020 മോഡലുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം തീർന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടികളാണ് കാണിച്ചു തന്നേക്കുന്നത്. തുരുമ്പ് കാര്യങ്ങളൊന്നും ഉള്ള വണ്ടികളല്ല, എല്ലാം പുതിയ മോഡൽ വണ്ടികളാണ്. 3000 കിലോമീറ്ററൊക്കെ ഓടിയ വണ്ടികളൊക്കെയാണ് തോനെയും കാണിച്ചു തന്നത്. എന്നാലും റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാനും, പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് പുട്ടി കയറിയിട്ടുണ്ടോ, അല്ലാതെ വല്ല കുന്തങ്ങളും കയറിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകണം. അല്ലാതെ യൂട്യൂബർ സനൂപ് വന്ന് ഇത് കാണിച്ചു, അത് കണ്ട് വിശ്വസിച്ചു, ഞാൻ ഗൾഫിൽ ഇരുന്നേ കാശ് അയച്ചു കൊടുത്തു എന്നൊന്നും പറഞ്ഞ് എന്നെ ദ്രോഹിച്ച് കളയരുത്. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ചെക്ക് ചെയ്യാൻ അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ഒരു മെക്കാനിക്കലിനെയോ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോകണം. ഞാൻ കണ്ട പാടെ എനിക്ക് മിസ്റ്റേക്കൊന്നും തോന്നിയില്ല. മിസ്റ്റേക്കുള്ള വണ്ടി വാഗണർ, അത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഞാൻ കാണിച്ചു തന്നിട്ടുമുണ്ട്. അപ്പോൾ വിശ്വസനീയമായ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടിയും നിങ്ങൾക്ക് ഉതകുന്ന ഒരു വീഡിയോ ഞാൻ തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.